പുതിയ റെക്കോർഡിട്ട് മഞ്ഞുമ്മൽ ബോയ്സ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. പുതിയ റെക്കോർഡിട്ട് മഞ്ഞുമ്മൽ ബോയ്സ് 2018 വീണു. മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിലും വിജയമായി മാറിക്കഴിഞ്ഞു. ചിദംബരത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമ പുതിയൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു മലയാള സിനിമയുടെ കളക്ഷനിൽ എക്കാലത്തെയും ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഇപ്പോൾ ഇതിനോടകം തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് 3 കോടി രൂപയിലധികം രൂപ നേടി മുന്നേറുകയാണ്. ഇതോടെ ടൊവിനോയുടെ 2018 റെക്കോർഡ് ഈ ഒരു ചിത്രം മറികടന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ഖാലിദ് റഹ്മാൻ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ, അഭിരാം രാധാകൃഷ്ണൻ, ദീപക് പറമ്പോൾ, വിഷ്ണു രഘു, അരുൺ കുര്യൻ എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിവേഗം 50 കോടി ക്ലബിൽ ഇടം നേടിയ സിനിമ കൂടിയായി മാറുകയായിരുന്നു ഇതോടെ മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സ് അക്ഷരാർത്ഥത്തിൽ കേരളക്കര വാഴുകയാണ്. മഞ്ഞുമ്മൽ ബോയ്സിന്റെ ഓരോ ഷോയ്ക്കും ഒരുപാട് ആളുകളാണ് ഇപ്പോൾ തിങ്ങി നിറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. ജാനമൻ എന്ന വൻ വിജയ ചിത്രത്തിന് പിന്നാലെ സംവിധായകൻ ചിദംബരൻ ഒരുക്കിയ മഞ്ഞുമ്മൽ ബോയ്സ് കേരളക്കര അക്ഷരാർത്ഥത്തിൽ വാഴുകയാണ്. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഈ ചിത്രം കേരളത്തിന് പുറത്ത് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. റിലീസ് ചെയ്ത 6 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 20 കോടി നേടി കുതിപ്പ് തുടരുകയാണ് ചിത്രം. ഓൾ വേൾഡ് ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് 50 കോടിക്ക് മുകളിലാണ്. എറണാകുളം ജില്ലയിലെ മഞ്ഞുമ്മൽ നിന്നുള്ള സുഹൃത്തുക്കളായ യുവാക്കൾ കൊടൈക്കനാലിൽ നടത്തുന്ന യാത്രയും പിന്നീട് അവരുടെ മുമ്പിൽ വന്നു ചേരുന്ന അപ്രതീക്ഷിത പ്രതിസന്ധികളും ഒക്കെ ചേർത്ത് എടുത്തിരിക്കുന്ന ഈ സിനിമ അക്ഷരാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള വിജയം തന്നെ 2024 സ്വന്തമാക്കാൻ ഈ ചിത്രത്തെ സഹായിച്ചു എന്ന് വേണം കരുതാൻ. ഏതായാലും മലയാള സിനിമയുടെ നല്ല നാളുകൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 3 ചിത്രങ്ങളും 4 ചിത്രങ്ങൾ കൂടി 200 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ ഒരു മാസം തന്നെ ആഗോളതലത്തിൽ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. 2024 വൻ കളക്ഷനുകളായി പ്രേമലവും ഭ്രമയുഗവും ഒപ്പം തന്നെ നമ്മുടെ സ്വന്തം മഞ്ഞുമ്മൽ ബോയ്സും അന്വേഷിപ്പിൻ കണ്ടെത്തുമൊക്കെ ചേരുമ്പോൾ വൻ വിജയ ചിത്രങ്ങളുടെ ചാകര തന്നെ 2024 ഫെബ്രുവരി നമുക്കായി ഒരുക്കുകയാണ്. അബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിലൂടെ ജനുവരിയിൽ തുടങ്ങിയ വൻ വിജയ യാത്ര ആട്ടമെന്ന വ്യത്യസ്ത സിനിമയും ആ ഒരു ആക്കം കൂട്ടി എന്നതിനെ യാതൊരുവിധ തർക്കവുമില്ലാത്ത കാര്യമാണ്. ഏതായാലും മലയാള സിനിമ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതൊരു വൻ മുന്നേറ്റം തന്നെയായി മാറും. ഇനിയും ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിൽ വരാനിരിക്കുന്നു. പുതുചരിത്രം എഴുതിയ മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഇന്ന് കേൾക്കുന്ന വാർത്ത പ്രകാരം ഒരു തിയേറ്റർ കോംപ്ലക്സിൽ 35ലധികം ഷോയാണ് ആ ചിത്രത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. ഞായറാഴ്ച ദിവസം 40ലധികം ഷോ ഈ ഒരു ചിത്രത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി കേൾക്കുമ്പോൾ അതൊരു ഗംഭീര സംഭവം തന്നെ മാറാൻ പോവുകയാണെന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് കരുതാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.